പോത്തൻകോട് ശാന്തിഗിരി ആശ്രമം മഠാധിപതി കരുണാകര ഗുരുവിന്റെ ഛായാചിത്രം ഗുരുസ്ഥാനീയ ശിഷ്യപൂജിത അമൃതജ്ഞാന തപസ്വിനി ഗുരുവിന്റെ കുടിലിൽ പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ അനാവരണം ചെയ്തു. ഗുരുവിന്റെ ഹൃദയം നൊന്ത പ്രാർത്ഥനയിൽ വെന്ത അരിമണികൾ നമുക്കന്നമാണ്. അത് വെറും ഭക്ഷണമല്ല, പ്രാണശക്തിയാണ്, ജീവകാരുണ്യമാണ്. അന്നം ബ്രഹ്മമാണ്, അന്നദാനം മഹാദാനമാണ്. അന്നം ഹി പ്രണീത പ്രാണഹ, അന്നമാണ് ജീവികളുടെ പ്രാണശക്തി. അത് ആഹാരം പങ്കിടലല്ല, ദൈവീക സ്നേഹത്തിൻ്റെ പുണ്യ പ്രവാഹമാണ്. ഹൃദയത്തിൽ നിന്നാണ് കരുണയും സഹാനുഭൂതിയും ഒഴുകി വരുന്നത്. നിന്നയിടത്ത് തനിക്ക് കഴിക്കുവാൻ വെച്ചിരുന്ന ആഹാരം ഒരാൾക്കെടുത്തു കൊടുത്തു. അയാൾ ആശ്രമത്തിന് അഭിമതനായിരുന്നില്ല. അധികാരികൾ ശകാരിച്ചു. അന്ന് രാത്രിയിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ഇരിക്കാനൊരിടവും കഴിക്കാനൊരു കപ്പകഷ്ണവും ഉണ്ടായിരുന്നെങ്കിൽ. തനിക്ക് സുഖമായി ജീവിക്കാനല്ല, തനിക്ക് സമൃദ്ധിയായി കഴിക്കാനല്ല, തന്നെ തേടി വരുന്നവരുടെ വിശപ്പടക്കാൻ വേണ്ടി മാത്രം അവർക്കൊന്ന് നടു നിവർത്തി കിടക്കാൻ. ഗുരു കഴിഞ്ഞ ഇടം കാട്ടുപുല്ലുകൾക്കിടയിൽ പാറമുനകളുടെ തുമ്പിൽ കെട്ടിപ്പൊക്കിയ ത്യാഗത്തിൻ്റെ ഗോപുരം. ഈ മുറിയിൽ ഗുരുവിൻ്റെ കാരുണ്യമണം തുളുമ്പുന്ന ശ്വാസം നിൽക്കുന്നു. ഈ ഭിത്തിയിൽ ഓർമ്മകൾ അയവിറക്കുന്നു. കാട്ടുപുല്ലുകൾക്കിടയിൽ പാറമുനകളുടെ തുമ്പിൽ കെട്ടിപ്പൊക്കിയ ത്യാഗത്തിൻ്റെ ഗോപുരം. ഈ മുറിയിൽ ഗുരുവിൻ്റെ കാരുണ്യമണം തുളുമ്പുന്ന ശ്വാസം നിൽക്കുന്നു. ഈ ചുവരുകൾ ഓർമ്മകൾ അയവിറക്കുകയാണ്. ഇവിടെ ആ ഹൃദയമിരിപ്പുണ്ട്, ഇവിടെ ആ നേർത്ത ശബ്ദമുണ്ട്. ചന്ദനത്തെ പോലും അതിശയിപ്പിക്കുന്ന ആ ഗന്ധമുണ്ട്. ആ നിശ്വാസത്തിൻ്റെ ശാന്തിയും നിറസാന്നിധ്യവും ദിവ്യമായ ശീതളിമയും പൗർണമിയും. ഗുരു വിശ്രമിച്ച ഇടമാ തപസ്സിൻ്റെ അന്വേഷണത്തിൻ്റെ സാക്ഷിയാണ്. അത് ഞങ്ങളുടെ രക്തനാടികളിലൂടെ ഒഴുകുന്ന ജീവധാരയാണ്. അങ്ങയുടെ കാരുണ്യത്തിൻ്റെ താളത്തിലത് ലോകം മുഴുവൻ നൃത്തം ചെയ്യുന്നു. ബോധത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രാർത്ഥനയാൽ ഞങ്ങൾ അങ്ങിൽ നിറയുകയാണ്. ഗുരുവിൻ്റെ മുഖത്ത് കാണുന്ന ശാന്തത മനസ്സിനെ മൗന തീർത്ഥമാക്കുന്ന തിളക്കമാണ്. ആ കണ്ണുകളിൽ കാണുന്ന കാരുണ്യത്തിൻ്റെ ആകാശം നമ്മളെ വല്ലാതെ സ്പർശിക്കുന്നു. ഒരു വാക്കുപോലുമില്ലാതെ ആ മുഖം ജ്ഞാനത്തിൻ്റെ ആഴം പറഞ്ഞു തരുന്നു. മുഖമല്ല, ആത്മാവാണ് പ്രകാശിക്കുന്നത്. ആ ചിത്രമൊന്ന് കണ്ടാൽ പോലും ഒരാൾക്ക് ആത്മബോധവും ആത്മവിശ്വാസവും ആത്മശാന്തിയും ലഭിക്കും. കണ്ണുകളിൽ കരുണയുടെ തിരയിളക്കുന്ന കടൽ. ആ ചിരിയിൽ ലോകം മുഴുവൻ പ്രകാശിക്കുന്ന ശാന്തിയുടെ സംഗീതം. കാന്തിയിൽ ദിവ്യതയുടെ വെണ്മ. അത് വെറും ചിത്രമല്ല, അനുഭവമാണ്. ആത്മാവിൽ മറഞ്ഞു നിൽക്കുന്ന ഗുരുവിൻ്റെ സാന്നിധ്യമാണ്. ചിത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സ് മൗനമാണ്, ഹൃദയം പ്രണാമമാണ്. വാക്കുകൾക്കപ്പുറത്തുള്ള നിശബ്ദത ഇടിമുഴക്കങ്ങൾ തീർക്കും. ഗുരു തപം ചെയ്ത ഈ ഇടം, ഇത് പ്രകൃതിയിലെ സ്വർഗമാണ്. ഇവിടെ ഗുരുവാസനസ്ഥനായിരുന്ന കാലഘട്ടത്തെ എന്നും ഓർമ്മിക്കപ്പെടുന്ന നീതി, ഇവിടെ കടന്നു വരുന്ന ആളുകളുടെ പദസഞ്ചലനങ്ങൾക്ക് ഗുരുവിൻ്റെ കാരുണ്യവുമായി ചേർത്ത് വെക്കുവാനുള്ള ഏറ്റവും അസുലഭമായ അവസരം. അതാണിന്നിവിടെ നടക്കുവാൻ പോകുന്ന ഈ മഹനീയമായ കർമ്മം. അതിൽ പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിച്ച നമ്മളെല്ലാവരും ഈ ലോകത്തിലെ ഭാഗ്യവാന്മാരിൽ ഭാഗ്യവാന്മാരാണ്. ഗുരുവിൻ്റെ മുഖം സദാ കാണുവാൻ കഴിയുക എന്ന് പറയുന്നത് സജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയാണ്. അത് ശാന്തിയുടെ അപാരതയാണ്. മനുഷ്യ സ്നേഹത്തിൻ്റെ വിശുദ്ധിയുടെ ഉദാത്തമായ ജീവിത മാതൃകയാണ്. അത് അനവരതം ചരിത്രാതീതകാലം വരെ എല്ലാവർക്കും ഒരുപോലെ ഒതുക്കിക്കിട്ടുവാൻ
കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഒരുമിച്ച് ഒരുപാട് ചിത്രങ്ങളും അതുപോലുള്ള ശില്പങ്ങളും അതുപോലുള്ള പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശാന്തിഗിരി ഫെസ്റ്റിന് വന്നപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴവിടെ വന്ന് ഞങ്ങൾക്ക് സ്റ്റോൾ കിട്ടി. 1 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആക്ടിവിറ്റീസ് കണ്ടിട്ട് ഗുരുരത്നം ജ്ഞാനദോസി അത് ഇഷ്ടപ്പെടുകയും അപ്പം അവിടെ വെച്ചിട്ട് ഗുരുവിൻ്റെ ഒരു ഛായാചിത്രം ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. സാധാരണ ആളിങ്ങനെ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകാറുണ്ട്. അതുപോലൊരു കാര്യമായിട്ട് നമ്മൾ ശരി പറഞ്ഞിട്ട് വിട്ടു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളിതെല്ലാം മറന്നുപോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസം വിളി വന്നു. ഞങ്ങൾ വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും ഈ കുമ്പിളെന്ന് പറയുന്ന തടി വേണമായിരുന്നു. ഇത് വുഡിൽ കരിച്ചു വരയ്ക്കുന്ന രീതിയിലാണ് ചിത്രം വരച്ചിരിക്കുന്നത്. പൈറോഗ്രാഫി എന്ന് പറയും. ഇന്ത്യയിൽ അത് വളരെ റയറാണ്. ഞങ്ങൾ തന്നെ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് അത് ചെയ്യുന്നത്. അത് അവിടെ ഇത് കണ്ടിട്ടാണ്, ഇതിന്റെ ഒരു വ്യത്യസ്തത കണ്ടിട്ടാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് സ്വാമി ഇത് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പുതിയ കാര്യം കൊണ്ടുവന്നപ്പോഴും അത് ഈ ആശ്രമത്തിന്റെ പേരിൽ തന്നെ ഒന്ന് നന്നായിട്ട് ലോകം അറിയട്ടെന്ന് സ്വാമി ഉദ്ദേശിച്ച് തന്നെയാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയും. കാരണം ഇവിടെ ഞങ്ങളുടെ ഒരു ചിത്രത്തിന്റെ ഒരു ആവശ്യമൊന്നും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് വളരെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ കിട്ടുകയും 1 മാസത്തോളം സമയമെടുത്ത് നമ്മളിവിടെ താമസിച്ച് ചിത്രം വരച്ച് ആ ചിത്രം വളരെ പ്രാധാന്യത്തോടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ശരിക്കും ഫോളോവേഴ്സ് ഉള്ള ഒരു ഗുരുവിന്റെ ചിത്രമാണ് നമ്മൾ വരച്ചതെന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത്. ഞങ്ങൾ വരുമ്പോഴും ഇവിടെ അതിനെക്കുറിച്ച് ഒരു വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ താമസിച്ചപ്പോഴാണ് ഇവിടുത്തെ ചുറ്റുവട്ടങ്ങളും ഇവിടുത്തെ ശരിക്കും ഭക്തിയെക്കുറിച്ചും ഒക്കെ ഒരു ധാരണ വന്നത്. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഈ ഭക്തിയൊന്നും അങ്ങനെ ഉള്ള അല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഭക്തിയെ ഞങ്ങൾ വളരെ മാനിക്കുന്നവരാണ്. ഭക്തി ഒരു മോശപ്പെട്ട കാര്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭക്തി ഒരു നല്ല കാര്യം തന്നെയാണെന്ന് ഒരുപാട് പേര് ഭക്തി എന്നുള്ള സമയത്തിൽ ബാലൻസ് ചെയ്ത് ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റി. വളരെ സന്തോഷമാണ് ഇക്കാര്യത്തിൽ ഇവിടെ വരാൻ പറ്റിയതിൽ, ഇത് ചെയ്യാൻ പറ്റിയതിൽ. നമ്മൾ ചെയ്യുന്ന ഒരു ആർട്ട് വർക്ക് ഒരുപാട് പേർക്ക് ഉപകരിക്കുക എന്നുള്ളതിനേക്കാളും വലിയൊരു സംഭവം വേറെ ഇല്ല. വെറുതെ ഒരു ഭിത്തിയിൽ കൊണ്ടുവയ്ക്കാതെ ഒരുപാട് പേർക്ക് അതിനൊരു ടൂളായിട്ട് വരെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് സമാധാനം ഉണ്ടാക്കാനുള്ള ഒരു ടൂളായിട്ട് അതിനെ ഉപയോഗിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ആർട്ട് വർക്കിന് വേറൊരു ലെവൽ ഓഫ് ശരിക്കും പോസിബിലിറ്റീസും കൂടെ നമുക്കിവിടെ കാണാൻ പറ്റി. എല്ലാവരും ഗുരുപരമ്പരയിൽ സകലതും എന്റെ ഗുരുവിന്റെ പരമ്പരയിൽ വന്ന് ലയിച്ചിട്ട് ഈ ഒരു സൗരയുഗത്തിന്റെ കർമ്മശേഷി മൊത്തം ഗുരുവിന്റേതായി നിന്ന് ശക്തിപ്പെട്ട് സകലത്തിലും പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ദേവപരമ്പരയും, എല്ലാവിധ ദേവീ പരമ്പരയും, എല്ലാവിധ ഋഷി പരമ്പരയും, എല്ലാവിധ ഗുരുപരമ്പരയും സകലതും എന്റെ ഗുരുവിന്റെ പരമ്പരയിൽ വന്ന് ലയിച്ചിട്ട് ഈ ഒരു സൗരയുഗത്തിന്റെ കർമ്മശേഷി മൊത്തം ഗുരുവിന്റേതായി നിന്ന് ശക്തിപ്പെട്ട് സകലത്തിലും പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു.
കുമ്പിൾത്തടിയിൽ പൈറോഗ്രഫിയിലാണ് ഛായാചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഏകദേശം 2000-ലധികം വർഷം കേടുകൂടാതെയിരിക്കുന്ന വിധത്തിലാണ് നിർമ്മാണം. ഗുരുരൂപ നിർമ്മിച്ചിരിക്കുന്ന ശില്പി മനോജ് ബ്രഹ്മപാദും സഹധർമ്മിണി രജിത ബ്രഹ്മയും 1 മാസത്തോളം ശാന്തിഗിരിയിൽ താമസിച്ചാണ് ചിത്രം തയ്യാറാക്കിയത്. പൈറോഗ്രഫി വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിദേശ രാജ്യങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്നെങ്കിലും ഇന്ത്യയിൽ അടുത്ത കാലത്താണ് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആദ്യകാലത്ത് കമ്പിയൊക്കെ പഴിപ്പിച്ച് തടിയൊക്കെ കരിച്ചാണ് ഇത് ചെയ്തിരുന്നത്. ലാറ്റിൻ അമേരിക്ക, പെറു എന്നിവിടങ്ങളിൽ പൊതുവെ പ്രചാരത്തിലുള്ള ഒരു ചിത്രകലാരൂപമാണ് പൈറോഗ്രഫി. ന്യൂസ് ഡെസ്ക്, കേരള ടുഡേ.